ഒരു കൂട്ടം വനിതകളുടെ നേതൃത്വത്തിൽ സമൂഹത്തിലൊന്നാകെ മാറ്റം വരുത്തിയ സ്ഥാപനമാണ് മൂന്നാറിലെ സൃഷ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ്. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുമായിരുന്ന ഒട്ടനവധി ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ചരിത്രമാണ് സ്ഥാപനത്തിന്റേത്. 3.5 പതിറ്റാണ്ട് മുമ്പ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതു മുതൽ ഇന്നും അതിന്റെ വിജയവഴിയിൽ നയിക്കുന്നത് ഒരു കൂട്ടം വനിതകളാണെന്ന പ്രത്യേകതയുമുണ്ട്. ശാരീരിക വൈകല്യങ്ങളോടെ ജനിച്ച വീടുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തി സ്കൂളുകളിൽ എത്തിച്ച് വിദ്യാഭ്യാസം നൽകി അവരെ സ്വന്തമായൊരു തൊഴിൽ പഠിപ്പിച്ച് സ്വയം പര്യാപ്തരാക്കുന്നത് വരെയുള്ള പ്രവൃത്തികളാണ് സൃഷ്ടിയിൽ നടക്കുന്നത്. ഇതിനായി വസ്ത്രങ്ങളുടെയും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും ഉൽപാദനം മുതൽ പേപ്പറിന്റെയും ക്യാരി ബാഗിന്റെയും നിർമ്മാണം വരെയുള്ള 7ഓളം വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ലോക വനിതാ ദിനത്തിൽ വനിതകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്ഥാപനത്തെയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. സൃഷ്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെന്റർ ഫോർ ദി ഡിഫറെന്റ്ലി ഏബിൾഡ്. ഇവിടെ സ്പെഷ്യൽ കുട്ടികൾക്ക് ഒരു സ്കൂളും അവരൊരു 18 വയസ്സ് കഴിഞ്ഞാൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു 6 യൂണിറ്റ്സും ഉണ്ട്. അങ്ങനെ 91 ഞങ്ങളുടെ സ്കൂളിൽ ഡെയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അവിടെ 57 കുട്ടികളുണ്ട്. അവര് പലതരം ചാലഞ്ചസ് ആയിട്ടുള്ള കുട്ടികളാണ്. ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഇംപെയർഡ്, ഫിസിക്കലി ചാലഞ്ച്ഡ്, മെന്റലി റിട്ടാർഡഡ്, ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ, അങ്ങനെ പലവരും ഉണ്ട്. ടാറ്റ ട്രസ്റ്റിന്റെയും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന സൃഷ്ടിയുടെ അടിത്തറയും അവിഭാജ്യ ഘടകവും ഇവിടുത്തെ സ്കൂളാണെന്ന് നിസ്സംശയം പറയാം. പ്രത്യേക പരിശീലനം നേടിയ അധ്യാപികമാരുടെ ശിക്ഷണത്തിൽ നഴ്സറി തലം മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് നൽകുന്നത്. Most of the teachers, they are all women. Like we have a mentally and especially trained teacher for mentally challenged. Then we have a physiotherapist, she is a woman. Then we have a speech therapist, she is a woman. So most of the teachers over here who are working are women. കേക്കും ബിസ്ക്കറ്റും ഉൾപ്പെടെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഡെലി ബേക്കറി എന്നത് സൃഷ്ടിയുടെ മറ്റൊരു സംരംഭമാണ്. രാസപദാർത്ഥങ്ങളൊന്നും ചേർക്കാതെ മികച്ച പലഹാരങ്ങൾ മൂന്നാറിൽ മാത്രമല്ല മറ്റിടങ്ങളിലേക്ക് പോലും ഇവർക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നാരീശക്തി പുരസ്കാരം നേടിയ അരണ്യ നാച്ചുറലിന്റെ പ്രവർത്തനം വളരെ വ്യത്യസ്തമാണ്. വിദേശത്ത് നിന്നുൾപ്പെടെ മികച്ച പരിശീലനം നേടി വിദഗ്ധ തൊഴിലാളികളായി മാറിയ നിരവധി സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നു. ഇവർക്ക് ഇന്ന് പ്ലാന്റേഷൻ ലേബർ ആക്ട് പ്രകാരം ശമ്പളം, പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, പിന്നെ ഫ്രീ അക്കോമഡേഷൻ, പിന്നെ ഇവരുടെ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ, പിന്നെ ഇവർക്കും ഇവരുടെ ഡിപ്പെൻഡൻസിനും ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇതെല്ലാം ഇന്ന് സൃഷ്ടി കൊടുക്കുന്നുണ്ട്. ഇത്രയേറെ വനിതകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തൊഴിലാളികളുടെ കുട്ടികൾക്ക് കൃത്യമായ സംരക്ഷണവും പരിചരണവും സൃഷ്ടിയിൽ തന്നെ ഉറപ്പാക്കുന്നുണ്ട്. വിജയവഴിയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് അതിന് നേതൃത്വം നൽകുന്ന വനിതകളും ഇവിടെയുള്ള ഓരോരുത്തരും. ക്യാമറാമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.